റെഡിയാക്കി. ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ അസർമാനുമാണ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. 4 കുടുംബത്തിനാണ് വീട് വെക്കാൻ സ്ഥലം കൊടുത്തിട്ടുള്ളത്. ഇന്ന് അവർക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള കുടുംബങ്ങളായതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവർക്ക് 4 കുടുംബത്തിനും വീട് വേണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മനുഷ്യസ്നേഹികൾ ആ കുടുംബത്തിൻ്റെ നമ്പറുകൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ആ കുടുംബമായിട്ട് ബന്ധപ്പെടണം. അവർക്കൊരു ചെറിയ ചെറിയ വീടുകൾ മതി എന്നാണ്. വലിയ വലിയ വീടിനൊന്നും പൂതിയുള്ള ആൾക്കാരല്ല. അടച്ചുറപ്പുള്ള, വാടക കൊടുക്കാൻ കഴിയാതെ സന്തോഷമായിട്ട് കഴിയണം എന്നുള്ള തീർത്തും അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബമാണ്. പിന്നെ അതിലപ്പുറം ഒരു സന്തോഷമുള്ളത്, ഇത് നമ്മുടെ ജയസൂര്യയാണ്. ജയസൂര്യ കുമ്പടിയിലാണ് ജയസൂര്യക്ക് വീട് കൊടുത്തിരുന്നത്. അപ്പോൾ അമ്മയും ജയസൂര്യൊക്കെ വീട് പോയി ഇഷ്ടപ്പെട്ടു. പിന്നീട് ജയസൂര്യയുടെ അച്ഛനും കുടുംബത്തിനും കോട്ടയ്ക്ക് അടുത്ത് തന്നെ സ്ഥലം കിട്ടിയാൽ അതായിരുന്നു നന്നായിരുന്നുള്ള ഒരു കുടുംബത്തിൻ്റെ വിഷമം കണ്ടപ്പോൾ ജയസൂര്യ എന്നോട് വന്ന് പറഞ്ഞു, മനുക്ക ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ അതാണ് അച്ഛനൊക്കെ ഉള്ളത്. കാരണം ഇവിടെയാണ് ബന്ധുക്കളും പിന്നെ പരിചയക്കാരൊക്കെ ഉള്ളത്. ബന്ധുക്കളും പരിചയക്കാരൊക്കെ ഇവിടെ അടുത്താണ് മാനുക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയസൂര്യ ഒരു വിഷമത്തോടെ വന്ന് പറഞ്ഞു. അപ്പോൾ ജയസൂര്യക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് പൊന്മള പഞ്ചായത്തിൽ തന്നെ കുൽക്കളം എന്ന സ്ഥലത്ത് തന്നെയാണ് ജയസൂര്യക്കും സ്ഥലം കൊടുത്തിട്ടുള്ളത്. ജയസൂര്യ നേരത്തെ നമുക്ക് ആ വീട് കൊടുത്തതുകൊണ്ട് ആ സഹോദരന് നമുക്ക് പുതിയ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തികത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ വീട് നിർമ്മിക്കണം. അതിന് നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ജയസൂര്യക്ക് ഒരു കൂര നിർമ്മിച്ചു കൊടുക്കണം. അല്ലേ ജയസൂര്യ, എന്താ പറയുള്ളത്? അത് ഇതിനു മുമ്പ് മാനൊക്കെ നമുക്ക് കുമ്പിടി ഭാഗത്തായിട്ട് വീട് തന്നു. പക്ഷേ ഇവിടം വിട്ട് പോയാൽ അമ്മയ്ക്ക് ജോലിയൊന്നും നടക്കില്ല അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉള്ളത്, പിന്നെ കോളേജ് നല്ല ലോങ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത് ഒഴിവായി. പിന്നെ ഇപ്പോൾ നാസർമാനൊക്കെ നമുക്ക് കുമ്പിടി ഭാഗത്ത് കോൽക്കളം ഭാഗത്ത് ഒരു 3 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കുക നമുക്ക് വീട് വെക്കാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു 3 കുടുംബമുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെയാണ്. അവർക്കും മാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീട് വെക്കാനുള്ള പൈസ അത്രയും നമ്മളെ കയ്യിലിപ്പോൾ ഇല്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യാം. അപ്പോൾ കേട്ടല്ലോ, ജയസൂര്യ പിന്നെ അതിനൊക്കെ നമുക്ക് പോരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജയസൂര്യക്ക് ഇവിടെ തന്നെ വേണമെന്നുള്ളൊരു അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ സ്ഥലം കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ജയസൂര്യക്ക് സ്വന്തമല്ല, ജയസൂര്യൻ്റെ അതേമാതിരിയുള്ള 3 കുടുംബം കൂടി ഉണ്ട്. അവർ മൊത്തം 4 കുടുംബമാണ്. അപ്പോൾ അവർക്ക് ആരെങ്കിലും അവർ 4 കുടുംബത്തിൻ്റെ ഫോൺ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്, മുകളിലുണ്ട്. അതിലേക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കുടുംബത്തേക്ക് വിളിച്ചുകൊണ്ട് സഹകരിക്കാനോ വീട് നിർമ്മിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് വിവരം അറിയിക്കുക. കാരണം ഇപ്പോൾ പൊതുവേ സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ ടൈറ്റിലും വിഷമത്തിലുമാണ്. കാരണം ഒരുപാട് വീടിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ തന്നെ ഉണ്ട്, അത് മുഴുമിച്ചുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അഭ്യർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മനുഷ്യസ്നേഹികളായ ആളുകൾ കാണുകയാണെങ്കിൽ തീർത്തും 4 കുടുംബവും അർഹതപ്പെട്ട പാവങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അവർക്ക് ആധാരം കൊടുക്കുന്ന ചടങ്ങും കൂടിയാണ്. ആ ചടങ്ങും കൂടെ നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 4 കുടുംബത്തിന് കാണാം. ഇതാണ് ആ 4 കുടുംബവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ താത്ത എവിടെയാണ് സ്ഥലം? മമ്പുറം അറിയപ്പെടുന്ന സ്ഥലം മമ്പുറത്ത് അല്ലേ? ഇൻഷാ അല്ലാഹ് എന്തായാലും ഇതെല്ലാവരും കാണട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് പടച്ചമ്പുരാൻ്റെ കാരുണ്യത്താലല്ലേ നല്ല മനുഷ്യസ്നേഹികളെ കണ്ടിട്ട് നിങ്ങളെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഒരു കൂര ആകെ അവർ ചോദ്യം, വലിയ വീടൊന്നും വേണ്ട, ഒരു ചെറിയ വീട് കിട്ടിയാൽ മതി. വാടക കൊടുക്കാതെ, വാടക ചോദിക്കാൻ ആൾ വരാഞ്ഞാൽ മതി അല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹം. അപ്പോൾ ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അപ്പോൾ ഒരു 4 കൊച്ചു വീട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്ക് നിർമ്മിച്ചു കൊടുക്കണം. അതിന് പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം ഇൻഷാ അല്ലാഹ്. കാരണം തീർത്തും അർഹതപ്പെട്ട കുടുംബങ്ങളാണ്. പിന്നെ ഇനി ജയസൂര്യയുടെ അമ്മ ഉണ്ട്. അതായത് നമ്മുടെ
ആഗ്രഹമാണ് സ്വന്തം നാട്ടിൽ തന്നെ എന്നുള്ള, കാരണം ഒരു തമിഴ്നാട്ടുകാരാണേലും പിന്നെ കോട്ടക്കൽ സ്വന്തം നാട്ടുകാരായി അല്ലേ. ഇപ്പോൾ ഈ ഇവിടെ ബന്ധുക്കളൊക്കെ സ്വന്തം കോട്ടക്കലാണ്. അപ്പോൾ അവിടെ തന്നെ ആവുമെന്നുള്ള വലിയൊരു വിഷമത്തിലായിരുന്നു അമ്മ. ഇവിടെ സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു മാനുക്കാറിട്ട് ഇല്ലേ. ഇപ്പോൾ സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ എന്താ വേണ്ടത് നമുക്ക്? ஒரு வீடும் கூட ஆயாலே ரொம்ப சந்தோஷம். 4 குடும்பம் இருக்கிறாங்க எங்களை மாதிரியே, அவங்களுக்கும் வீடு வேணுங்க. இன்னும் பெரிய மனசு பண்ணி கொஞ்சம் வேணும் വച്ചാൽ പോലും. ശരി, താങ്ക്സ് അമ്മ. അപ്പോൾ ആ അമ്മ അടക്കം പറഞ്ഞ 4 കുടുംബങ്ങൾക്കും പാടെ, അതായത് ഞങ്ങളൊരു കുടുംബമാണ്, ആ കുടുംബങ്ങൾക്കെല്ലാം കൂടി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇൻഷാ അല്ലാ ആയിരിക്കും അത് പറഞ്ഞു അത് മതി. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് കൊടുക്കുന്ന നമ്മളൊന്ന് ആരിസ്കി ഉണ്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഈ കണ്ടല്ലേ ഇൻഷാ അല്ലാ. ഇതൊക്കെ ആധാരം കൊടുത്താണ് ആരിസ്ക. ജസ്റ്റ് കുറച്ച് കിട്ടിക്കഴിഞ്ഞ കൊടുത്താൽ ആരിസ്കോട് വിളിക്കുക. സന്തോഷമാവട്ടെ. എന്തായാലും ഇൻഷാ അല്ലാ പുതിയ വീടായി കിട്ടിട്ട് കുട്ടിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത സന്തോഷമാവട്ടെ കേട്ടാ. അപ്പം എന്താ പറയുക, എത്രയും പെട്ടെന്ന് അതെ എന്താ അതെ എന്തായാലും എത്രയും പെട്ടെന്ന് ഇപ്പം കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. ഒരുപാട് മനുഷ്യസ്നേഹികളുണ്ട് കാണുന്നത്. ജയസൂര്യ ഞങ്ങളായിട്ടുള്ളത് വലിയ ഭാഗ്യമാണ്. എന്താ പറയുക, ജയസൂര്യ അടുത്ത നമ്മളെ നാടിൻ്റെ കളക്ടറാണ്. അവൻ കളക്ടറിന് പഠിക്കുന്നുണ്ട്. ആവാൻ വേണ്ടിയിട്ട് അവനൊരു ബുദ്ധിമുട്ടില്ലാതെ എത്രയും പെട്ടെന്ന് കളക്ടർ ആവാൻ ആ ഉന്നത സ്ഥാനത്ത് എത്തട്ടെ. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ അയൽവക്കത്ത് ആരാ കളക്ടർ വരെയാണ്. അഭിമാനല്ലേ നമുക്ക്. അതെ 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 നിയുക്ത കളക്ടർ. ഓൻ പറഞ്ഞെന്താ പറയാ, ഞാൻ ഉന്നതിയിലെത്തിയാലേ പാവങ്ങളെ ഞാൻ സഹായിക്കും. കാരണം ഓൻ ആരാന്ന് എന്താന്ന് എനിക്കറിയാം. യെസ്, അങ്ങനത്തെ പോലെ എത്തണം ഉന്നതിയിൽ. അപ്പോൾ ഓനെ പ്രോത്സാഹിപ്പിക്കാം. അനിൽ എന്ന് പറഞ്ഞ ഏട്ടനുണ്ട്, പിന്നെ ഒരു IS ഓഫീസറുണ്ട്. ഓലൊക്കെ ഓനക്ക് വേണ്ടി സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മളെ ഫൈസൽ മാഷ എടുത്ത് പറയണ്ട അല്ലേ ജയസൂര്യ? ഫൈസൽ മാഷാണ് ജയസൂര്യ ഈ കണ്ട ജനങ്ങളെ അടുത്ത് മുഴുവൻ എത്തിച്ചത്. ഫൈസൽ മാഷോട് അതുമാതിരി ഇത് മറക്കാൻ വയ്യ. ജയസൂര്യക്ക് ഞങ്ങൾ സ്ഥലം അളക്കുമ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ അത് പൊന്ത വെട്ടാൻ ആ മഴ കൊണ്ടിട്ട് ഇത്രയും ഒരു ത്യാഗം സഹിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. മറക്കാൻ പാടില്ല ഇങ്ങനത്തെ ഉപകാരികളെ. ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട് ഈ മനുഷ്യന്. പാവം. എന്തായാലും അത് നല്ലതേ ദൈവം വരുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ദിവസങ്ങൾ, അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ ദിവസങ്ങളും നമുക്ക് നല്ലതാക്കിയിട്ടാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ആളുകൾ, അവർക്ക് ഇന്ന് ഒരു വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം ഇന്ന് മാനസായത് അദ്ദേഹത്തിൻ്റെ സ്ഥലം 4 സെൻറ്റ് 3 സെൻറ്റൊക്കെ അളന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് എല്ലാവരും, നമ്മളൊക്കെ കഴിയുന്ന ആളുകൾ, ഈ സ്ഥലം മാത്രമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി നാട്ടുകാരൊക്കെ വളരെ എല്ലാവരും, നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിലുള്ള അകത്തും പുറത്തുമുള്ള എല്ലാവരും ഒരു 100 രൂപ 500 രൂപ 1000 രൂപയാണെങ്കിലും ശരി അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ ശ്രീധര? ഓരോരുത്തരുടെയും പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അവരൊന്ന് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഒരു പുണ്യകരമായിട്ടുള്ളൊരു സൽക്കർമ്മമായിരിക്കുമെന്ന് പറയുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സന്തോഷമായല്ലോ എല്ലാവർക്കും അല്ലേ?